ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയ്ക്കകത്തുണ്ടല്ലോ, പ്രേക്ഷകർ ഏറ്റവും ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യവും പറയുന്ന കാര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ്. ചെയ്യുന്ന കാര്യവും പറയുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ പ്രേക്ഷകർ എടുത്തിട്ട് അലക്കും. അതാണ് നമ്മൾ ഇത്രയും സീസൺസിൽ കണ്ടിട്ടുള്ളത്. ഇന്ന് നെവിനുമായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോ സാബുമാൻ നെവിനോട് പറഞ്ഞൊരു കാര്യം, നീ അക്ബറിന്റെ മുണ്ട് താങ്ങിയല്ലേടാ, അക്ബർ പറയുന്നത് പോലെ അല്ലേടാ നീ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഷോ കാണിച്ചിരുന്നു, പ്രഹസനം കാണിച്ചിരുന്നു. ആ സമയത്ത് അനുമോളും സപ്പോർട്ട് ചെയ്തിരുന്നു. നെവിനെതിരെ ഉള്ള ഒരു വഴക്കായതുകൊണ്ട് മാത്രമാണ് സാബുമാനെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ സാബുമാൻ എന്തോ ക്വാളിറ്റി ഹ്യൂമൻ ബീങ് ആണെന്ന് പറഞ്ഞ് സാബുമാന് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെയാണ് അനുമോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. വലിയ എന്തോ സപ്പോർട്ട് ഉണ്ടെന്നാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെന്നുള്ളത് അനുമോൾക്ക് അറിയില്ല. അപ്പോ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അനുമോള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എനിക്കിപ്പോ പറയാൻ തോന്നുന്നത് എന്താണെന്നറിയാം, ഇപ്പൊ ലൈവില് കണ്ടൊരു കാര്യമാണ്, അക്ബറിന്റെ കൂടെ ഇരുന്ന് സാബുമാൻ ചർച്ച ചെയ്യുന്നു. കുറെ നേരമായിട്ട് കഴിഞ്ഞ കുറെ നേരമായിട്ട് ലൈവിനകത്ത് ഇവര് ചർച്ചയാണ്. ഇപ്പൊ നെവിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. കുറെ നേരം മുമ്പ് അക്ബറിന്റെ മുണ്ട് താങ്ങി എന്ന് വിളിച്ച അതേ നെവിനെ പറ്റി ഇരുന്ന് അക്ബറിന്റെ അടുത്ത് തന്നെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാബുമാൻ. അപ്പോ ഇങ്ങനെയൊക്കെ ഇത്രയധികം ഒരു കോൺട്രഡിക്ഷൻ വരുമ്പോ, അല്ലെങ്കിൽ ഈ ലെവൽ ഒരു എന്താ പറയാ, പറയുന്ന കാര്യവും ചെയ്യുന്ന കാര്യം തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതായി വരുമ്പോ നമുക്ക് മിണ്ടാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് ഈ പുള്ളിയെ ഡീഗ്രേഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഹ്യൂമൻ ബീങ്, നല്ല ഹ്യൂമൻ ബീങ്, അത് ഇതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഇത്രയും അധികം ഒന്നും ചെയ്യാതെ ഇനാക്റ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഒരാളെ വെറുതെ അങ്ങ് വിടാനായിട്ട് തോന്നുന്നില്ല. കാരണം ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ട്രിക്കി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിനകത്ത് എല്ലാവരും മിണ്ടണം, അഭിപ്രായം പറയണം, റിയാക്ട് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് എന്റെയും ആഗ്രഹം. സാബുമാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ തീർച്ചയായിട്ടും സാബുമാന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് ചെയ്യാത്ത പക്ഷം, ചെയ്യുന്ന കാര്യവും പറയുന്ന കാര്യം തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആ ഒരു സമയത്താണ് നമ്മൾ വിമർശിക്കുന്നത്, ഫേക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നന്മമരം, ഈ ഒരു ട്രാക്ക് പിടിച്ചു നിൽക്കുന്ന ഈ ഒരു സംഭവം, ഇത് ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഫേക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ലൈവിനകത്ത് ഞാൻ കണ്ടത്. നെവിന്റെ തന്നെ കാര്യം പറഞ്ഞിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അക്ബറിന്റെ തന്നെ കൊടക്കീഴിൽ വരുന്ന 3-4 പേരാണ് ഈ നെവിനാണെങ്കിലും ആര്യനാണെങ്കിലും സാബുമാൻ ആണെങ്കിലും ഒക്കെ. ഇവർ ഈ 3-4 പേര് ഒരു ഗ്യാങ് ആണ്. അക്ബറിന്റെ കൊടക്കീഴിൽ തന്നെ വരുന്ന, അക്ബർ ഇൻജക്ട് ചെയ്യുന്ന ആ സാധനങ്ങൾ തന്നെയാണ് ഇവരൊക്കെ ഏറ്റുപിടിക്കുന്നത്. ഇന്ന് ആദില അനീഷിനെ നോമിനേറ്റ് ചെയ്ത ആ ഒരു കാരണം തന്നെ എടുക്കാം. വളച്ചൊടിക്കൽ, തെറ്റിദ്ധരിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തത്. അതൊക്കെ ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അക്ബർ തന്നെയാണ്. അപ്പൊ അക്ബറിന്റെ കൂട്ടത്തിൽ കൂടി, അക്ബറിന്റെ കൂടെ ഇരുന്നാൽ ഇവരൊക്കെ അക്ബറിന്റെ ആളുകളായിട്ടങ്ങ് മാറുകയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ഇൻഫ്ലുവൻസിങ് പവർ അക്ബറിന് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആണ് അക്ബറിന്റെ ഗെയിമിന്റെ ഇച്ചിരിയെങ്കിലും ഒരു വിജയം ഉണ്ടെങ്കിൽ അതാണ്. അപ്പൊ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ സാബുമാൻ എന്ന് നെവിനെ വിളിച്ച ആ മൂട് താങ്ങി ആ ഒരു കേസൊന്നും അക്ബർ അറിഞ്ഞിട്ടില്ല. അതൊന്നും അറിയാതെയാണ് അക്ബർ ഇരുന്ന് സാബുമാന്റെ അടുത്ത് പിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അക്ബർ വളരെ കാര്യമായിട്ട് നെവിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. നെവിൻ എന്താണ് ഈയിടെയായിട്ട് നിന്റെ കാര്യവും അനുമോളുടെ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, നീ ട്രിഗർ ചെയ്തോ, പക്ഷെ പരിധി വിട്ട് നീ ഒന്നും പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് സാബുമാനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അക്ബർ അറിഞ്ഞിട്ടില്ല. ആകെ ഫുൾ കോമഡിയാണ് കേട്ടോ. അക്ബറിന്റെ ഗ്യാങ് ഇപ്പൊ ഈ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ കോമഡിയാണ് ഈ അക്ബറിന്റെ ഗ്യാങ്. ആര്യൻ മാത്രമേ ഇച്ചിരിയെങ്കിലും ഒരു ലോയലായിട്ട് നിൽക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും കണക്കാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. നെവിന്റെ കുറ്റം അക്ബർ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.